എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്, പുതിയൊരു ഐഡിയയാണ്. കാരണം നമ്മൾ ഇംഗ്ലണ്ടിൻ്റെ ചരിത്രം പരിശോധിച്ചപ്പോൾ 1940 വരെ, അതായത് സെക്കൻഡ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്യുന്നവരെ ഇംഗ്ലണ്ട് ഒരു കൊളോണിയൽ പവർ എന്ന രീതിയിൽ ഒരു സൂപ്പർ പവറായിട്ട് വളർന്നു വരികയായിരുന്നു. പക്ഷേ 1940 സെക്കൻഡ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്തത് മുതൽ അമേരിക്കയുടെ ഒരു വളർച്ച എന്ന് പറയുന്നത് വളരെ പെട്ടെന്നായിരുന്നു. അതുകൊണ്ടാണ് അമേരിക്ക വളരെ പെട്ടെന്ന് സൂപ്പർ പവറായിട്ട് മാറുകയും അമേരിക്കയെ എതിർത്ത് നിൽക്കാൻ മറ്റ് രാജ്യങ്ങൾക്ക് കഴിയാതെ പോവുകയും ചെയ്തു. എങ്കിലും ബ്രിട്ടനും ഫ്രാൻസും അമേരിക്കയും ചേർന്ന ഒരു സഖ്യം സെക്കൻഡ് വേൾഡ് വാർ ജയിക്കുകയും, പക്ഷേ അതിനെ തുടർന്ന് 1945 ബ്രിട്ടൻ വളരെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയും അതുപോലെ തന്നെ മറ്റു മേഖലകളിൽ വളരെ വലിയൊരു ഔട്ട്ബ്രേക്ക് അവർക്ക് സംഭവിക്കുകയും ചെയ്തു. അതിനവർ പഞ്ചവത്സര പദ്ധതികൾ പോലെ 5 ഇയർ പ്ലാനിങ്ങിലൂടെ, ലോർഡ് ബെവറിഡ്ജിൻ്റെ ശക്തമായ ഇടപെടലിലൂടെ ബ്രിട്ടൻ്റെ ആ ഒരു നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചു പിടിക്കാനായിട്ട് അവർക്കൊരു പരിധിവരെ സാധിച്ചു എന്നുള്ളതും വലിയൊരു കാര്യമാണ്. ഇനിയുള്ളത് 50 തൊട്ട് 70 വരെയുള്ളൊരു കാലഘട്ടമാണ്. 70 നമുക്കറിയാം, മാർഗരറ്റ് താച്ചർ ഇംഗ്ലീഷ് പ്രധാനമന്ത്രി ആയിട്ട് വരുമ്പോൾ വീണ്ടും ഇക്കണോമിക്കൽ സിസ്റ്റത്തിന് ഒരു തകർച്ച നേരിടുന്ന സമയമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ടാക്ടിക്സിൻ്റെ ഭാഗമായിട്ട് അല്പം ലിബറലൈസേഷൻ ഇക്കോണമിയിൽ വേണമെന്നുള്ള കണ്ടെത്തൽ അദ്ദേഹം നടത്തുകയും അത് കൃത്യമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ ബ്രിട്ടൻ വീണ്ടും പഴയ രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു പുത്തൻ ഉണർവിലേക്ക് കടന്നു വരാനായിട്ട് അത് കാരണമായി. 1990കളിൽ വലിയ രീതിയിൽ ലോകം മുഴുവൻ പ്രതിസന്ധി നേരിട്ടപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഒരുപക്ഷെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പല രാജ്യങ്ങളിലും ഗ്ലോബലൈസേഷൻ എന്ന ടേം അതിനു മുൻപേ ഉപയോഗപ്പെടുത്തിയിരുന്നതാണ്. ഇന്ത്യ 1991 ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ ഇക്കണോമിക്കൽ ടെർമിനോളജി ആയിട്ട് ഗ്ലോബലൈസേഷനെയും ലിബറലൈസേഷനെയും പ്രൈവറ്റൈസേഷനെയും ഒക്കെ അംഗീകരിക്കാനായിട്ട് തയ്യാറാവും. ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് ലോകത്തെ മുഴുവൻ, ദി എൻറ്റയർ വേൾഡ് ഈസ് കോൺസെൻട്രേറ്റിംഗ് ഓൺ എ സിംഗിൾ ഇക്കോണമി. ലോകം ഒറ്റ മാർക്കറ്റാണ്, ഒരൊറ്റ ട്രേഡിംഗ് മാർക്കറ്റാണ്. ഇന്ത്യ എന്ന് പറയുന്ന മാർക്കറ്റ്, ജപ്പാൻ എന്ന് പറയുന്ന മാർക്കറ്റ്, ജർമ്മനി എന്ന് പറയുന്ന മാർക്കറ്റ്, ഇങ്ങനെയില്ല. ലോകമാണ് മാർക്കറ്റ്. ഈ മാർക്കറ്റിലേക്ക് എനിക്ക് പ്രോഡക്റ്റ് ഇറക്കാം, നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രോഡക്റ്റ് ഇറക്കാം. നിങ്ങളുടെ പ്രോഡക്റ്റ് ആൾക്കാർ മേടിച്ച് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ലാഭം എടുക്കാം. ഒരു വിരോധവും ഇല്ല ആർക്കും അതിനകത്ത്. പക്ഷേ അതിന് മുൻപ് വരെ, ഒരു 1990കൾക്ക് മുൻപ് വരെ ലോകത്തിൻ്റെ ഒരു ഇക്കണോമിക്സ് എന്ന് പറയുന്നത് ഇങ്ങനെയല്ലായിരുന്നു. ഒരു രാജ്യം, ആ രാജ്യത്തേക്ക് ചില പർട്ടിക്കുലർ പ്രോഡക്ട്സിന് മാത്രം വരാം, അല്ലെങ്കിൽ ചില രാജ്യങ്ങൾക്ക് ചില രാജ്യങ്ങളിൽ ട്രേഡ് നടത്താം. ഓപ്പൺ അല്ല, മാർക്കറ്റ് ഡോർസ് ഓപ്പൺ അല്ല എല്ലാവരുടെയും മുൻപിൽ. പക്ഷെ ഗ്ലോബലൈസേഷൻ എല്ലാവരും അംഗീകരിക്കാൻ തുടങ്ങിയതോടുകൂടി വന്ന ഏറ്റവും വലിയ മാറ്റം ഇതാണ്: എല്ലാ രാജ്യത്തിൻ്റെ വാതിലുകളും മറ്റ് രാജ്യങ്ങൾക്ക് വേണ്ടി തുറന്നിടാൻ എല്ലാവരും തയ്യാറായി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വലിയ ഐഡിയോളജിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഗ്ലോബലൈസേഷൻ. Globalization is a term used to describe the growing interdependence of the world's economics, culture, and population. It is brought about by cross-border trade in goods and services, technology, and flow of investment, people, and information. എന്താണ് ഗ്ലോബലൈസേഷൻ എന്ന് ചോദിച്ചാൽ ഒറ്റ വാചകത്തിൽ പറയാം: എ ക്രോസ് ബോർഡർ ട്രേഡ്
ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സ് മാത്രമല്ല, സർവീസസും വേണമെങ്കിൽ രാജ്യാതിർത്തികൾക്ക് അപ്പുറത്തേക്ക് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. യാതൊരു വിരോധമില്ല. ഇന്ത്യയിലുള്ള എത്രയോ ടെക്നീഷ്യന്മാർ, എത്രയോ ഡോക്ടർമാർ, എത്രയോ നേഴ്സുമാർ വിദേശത്ത് പോയിട്ട് ചെയ്യുന്നു ജോലി, സർവീസാണ്. അപ്പോൾ ബോർഡർലെസ് ആയിട്ടുള്ള ട്രേഡ് ആൻഡ് സർവീസാണ്. ദെൻ ടെക്നോളജി, എത്രയോ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്. ഇപ്പോൾ അമേരിക്ക ഒരു കണ്ടുപിടുത്തം നടത്തി, ആ കണ്ടെത്തൽ ഇന്ത്യക്കാരന് ഉപയോഗിക്കാൻ പാടില്ല എന്നില്ല, നമുക്ക് ഉപയോഗിക്കാം. അതാണ് ബോർഡർ കടന്നുള്ള ടെക്നോളജി എന്ന് പറയുന്നത്. ഫ്ലോ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ആർക്കും ഏത് രാജ്യത്ത് നിക്ഷേപിക്കാം, ഒരു വിരോധവുമില്ല. എനിക്ക് ഇന്ത്യയിൽ തന്നെ പണം ഇറക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കൂടുതൽ ലാഭം കിട്ടുന്ന ഏതൊരു രാജ്യത്തും എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. പീപ്പിൾ, ജനങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ എങ്ങോട്ട് വേണമെങ്കിൽ പോകാമല്ലോ. അതുകൊണ്ടാണല്ലോ ദുബായ് പോലെയുള്ള സ്ഥലങ്ങളിൽ ഇത്രയധികം ആളുകൾ അവിടെ പോയി ജോലി ചെയ്ത് അവിടെ നിന്ന് പണമുണ്ടാക്കി ഇങ്ങോട്ട് വരുന്നത്. ബോർഡർ കടന്നിട്ടുള്ള തൊഴിൽ സാധ്യതകളെക്കുറിച്ച് പഠിക്കുകയാണ്. ആൻഡ് ഇൻഫർമേഷൻ, അറിവും നമുക്ക് വേണമെങ്കിൽ രാജ്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നതിൽ യാതൊരു വിധത്തിലുള്ള വിരോധവുമില്ല. Countries have built economic partnership to facilitate this movement or many centuries. But the term gained popularity after the Cold War in 1990s. കോൾഡ് വാർ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ശീതയുദ്ധത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. ശീതസമരം എന്ന് പറയുന്ന ആശയപരമായിട്ടുള്ള കോൺഫ്ലിക്റ്റാണ്. ആയുധമെടുത്ത് നേരിട്ട് വെടിവെക്കുന്നതോ ബോംബിടുന്നതോ ആയിട്ടുള്ള യുദ്ധമല്ല. ആശയങ്ങൾ രണ്ടും വൈരുദ്ധ്യമുള്ളതുകൊണ്ട് അവർ ആശയപരമായി പരസ്പരം നേരിട്ടതിനെയാണ് കോൾഡ് വാർ എന്ന് വിളിക്കുന്നത്. 1991 കോൾഡ് വാർ അവസാനിക്കുന്നത് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയോട് കൂടിയിട്ടാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് ആശയത്തിന് ക്യാപിറ്റലിസ്റ്റ് ആശയത്തിനോട് എതിർത്ത് നിൽക്കാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവ് സോവിയറ്റ് യൂണിയൻ ഉണ്ടാവുകയും സോവിയറ്റ് യൂണിയൻ തകർന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ക്യാപിറ്റലിസത്തിൻ്റെ മുൻപിൽ മുട്ടുമടക്കേണ്ടതായിട്ടും വരികയാണ് ഉണ്ടായത്. Because this cooperative arrangement shaped modern everyday life as a complex and multi-faceted phenomenon, globalization is considered by some as a form of capitalist expansion which involves the integration of local and national economics into a global under-regulated market economy. Globalization has grown due to advances in transportation and communication technology. With the increased global interactions comes to the growth of international trade idea and culture. അപ്പോൾ ടെക്നോളജിയിൽ വന്ന മാറ്റം, പ്രത്യേകിച്ച് വിമാന സർവീസുകൾ പോലെയുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജി, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ്, മൊബൈൽ പോലെയുള്ള പുതിയ കണ്ടെത്തലുകൾ, ഇതൊക്കെ കടൽ കടന്നുള്ള ട്രേഡിനെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. ഗ്ലോബലൈസേഷൻ ഈസ് പ്രൈമർലി ആൻ ഇക്കണോമിക് പ്രോസസ് ഓഫ് ഇൻട്രാക്ഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ ദാറ്റ്സ് അസോസിയേറ്റഡ് വിത്ത് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ആസ്പെക്റ്റ്. ദ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് identified 4 basic aspects of globalization. They are trade and transaction, capital and investment movement, migration and movement of people, and the dissemination of knowledge. 4 കാര്യങ്ങളാണ് ഗ്ലോബലൈസേഷൻ കൊണ്ട് നടക്കുന്നതെന്നാണ് പറയുന്നത്. പ്രധാനമായിട്ടും ഒന്നാമത്തേത് IMFൻ്റെ കണ്ടെത്തലാണ്, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ കണ്ടെത്തലാണ്. അവർ പറയുന്നു ഫസ്റ്റ് വൺ ട്രേഡ് ആൻഡ് ട്രാൻസാക്ഷൻ. അതെന്തായാലും നടക്കും. ട്രേഡ് എന്ന് പറയുന്നത് ദൂരവ്യാപകമായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അതുപോലെ തന്നെ കൈമാറ്റങ്ങൾ, ട്രാൻസാക്ഷൻസും പൊതുവെ എല്ലായിടത്തും നടക്കുന്നതാണ്. സെക്കൻഡ് വൺ ക്യാപിറ്റൽ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മൂവ്മെൻറ്റ്. അതായത് ഒരു രാജ്യത്ത് മാത്രമേ നിക്ഷേപിക്കാൻ പാടുള്ളൂ, ഞാൻ ഇന്ത്യക്കാരനാണെങ്കിൽ ഇന്ത്യയിൽ എൻ്റെ പണം നിക്ഷേപിക്കണമെന്ന് പറയുന്ന രീതിയിൽ നിന്ന് മാറി ആർക്കും ഏതു രാജ്യത്തും നിക്ഷേപിക്കാം എന്നുള്ളതും, അല്ലെങ്കിൽ അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന മൂവ്മെൻറ്റുകൾ കൂടുതലായിട്ട് ഉണ്ടാവാനായിട്ട് തുടങ്ങി. മൈഗ്രേഷൻ ആൻഡ് മൂവ്മെൻറ്റ് ഓഫ് പീപ്പിൾ, ആളുകളുടെ മാറ്റം. ഇപ്പോൾ ഒരു ആൾ ചൈനയിൽ ജനിച്ചു, അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അയാൾക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുന്നില്ല, അയാൾക്ക് പോയിട്ട് വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയിട്ട് സമ്പന്നനാവാം, യാതൊരു വിരോധമില്ല. അയാളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അയാൾക്ക് അവിടെ കൊണ്ടുപോയിട്ട് ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇന്ത്യയിൽ തന്നെ ഒരുപാട് പേരുണ്ട്. ഇന്ത്യയിൽ ഈ
ഒരു സെക്ഷന് വളർച്ചയില്ല എന്നറിയുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഫീൽഡിനെ വേറൊരു വിദേശ രാജ്യത്ത് കൊണ്ടുപോയി പറിച്ചു നടുന്ന ഒരുപാട് ഇന്ത്യക്കാരുണ്ട്. പ്രത്യേകിച്ച് യൂസഫ് അലിയൊക്കെ അദ്ദേഹത്തിൻ്റെ മേജർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് UAE-യിലാണ്. അദ്ദേഹം ഇന്ത്യക്കാരനാണ്. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ്, അതുപോലെ തന്നെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത്, ഇഷ്ടം പോലെ മൂവ്മെൻറ്റ് ഇങ്ങനെ നടക്കുന്നതിൻ്റെ കാരണം ഈ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ബൃഹത്തായിട്ടുള്ളൊരു ആശയത്തിൻ്റെ ഫലമായിട്ടാണ്. ഫോർത്ത് വൺ, ഡിസമിനേഷൻ ഓഫ് നോളജ്. എല്ലാവരിലേക്കും അറിവ് വളരെ ഫാസ്റ്റായിട്ട്. ഇപ്പോൾ ഒരു ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കോവിഡ് വാക്സിൻ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇങ്ങനെ വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി വികസിപ്പിച്ചെടുത്ത ടെക്നോളജി ഇവിടെയാണ് പ്രോഡക്റ്റ് ആക്കുന്നത്. പൂനെയിലെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പ്രോഡക്റ്റ് ആക്കി മാറ്റാൻ ശ്രമിക്കുന്നത്. ഇത് ഗ്ലോബലൈസേഷൻ്റെ ഒരു കണക്ഷനാണ്. കാരണം ഗ്ലോബലൈസേഷൻ ഉള്ളതുകൊണ്ടാണ് വിദേശ യൂണിവേഴ്സിറ്റികളായിട്ട് ഇന്ത്യയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് ടൈപ്പ് അല്ലെങ്കിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കാൻ പറ്റി. വലിയ നേട്ടമാണ്. ഇതൊക്കെ ഗ്ലോബലൈസേഷൻ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങളാണ്. പിന്നെയുള്ളത് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ പ്രോഡക്റ്റ്, ഉദാഹരണം മൊബൈൽ ഫോൺ, വിവോ, ഒപ്പോ പോലെയുള്ള ചൈനീസ് കമ്പനികൾ, ജിയോണി പോലെയുള്ള കമ്പനികൾ, അല്ലെങ്കിൽ US ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജർമ്മൻ ടെക്നോളജി, ജാപ്പനീസ് ടെക്നോളജി ഒക്കെ ഉപയോഗിക്കുന്ന കമ്പനികൾ, ആപ്പിൾ പോലെയുള്ള ബ്ലാക്ക്ബെറി പോലെയുള്ള കമ്പനികൾ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് ലഭിക്കുന്നു. നോക്കിയ ഇന്ത്യൻ കമ്പനിയല്ല, എന്നിട്ടും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മൊബൈലുകൾ ഒരു കാലത്ത് വിറ്റഴിച്ചിരുന്നവരാണ്. അൺഫോർച്ചുനേറ്റ്ലി ആൻഡ്രോയിഡിനെ ആക്സസ് ചെയ്യാൻ അവർക്ക് കഴിയാതെ പോയതുകൊണ്ടാണ് നോക്കിയ അല്പം ഒന്ന് പിന്നാക്കം പോയത്. ആൻഡ്രോയിഡ് ഒരു യൂസർ ഫ്രണ്ട്ലി സോഫ്റ്റ്വെയർ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയതുകൊണ്ട് ആളുകൾ കൂടുതൽ അതുമായിട്ട് അടുത്തു. അപ്പോഴും ആപ്പിൾ പിടിച്ചു നിന്നു, ആപ്പിളിൻ്റെ മാക് OS പിടിച്ചു നിന്നു. കാരണം മാക്ക് കൊടുക്കുന്ന ഫെസിലിറ്റി കൊടുക്കാൻ ആൻഡ്രോയിഡിന് പറ്റുന്നില്ല. അതൊരു വലിയ പ്രത്യേകതയാണ്, മാക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് പലരും ഇപ്പോഴും ഇതിനേക്കാൾ വലിയ സ്പെസിഫിക്കേഷൻസ് ഉള്ള ഫോണുകൾ ഉണ്ടായിട്ടും, അല്ലെങ്കിൽ ആപ്പിൾ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ സ്പെസിഫിക്കേഷൻ അതിൻ്റെ പകുതി വിലയ്ക്ക് കിട്ടിയിട്ടും ആൾക്കാർ ആപ്പിൾ ഉപേക്ഷിക്കാത്തതിൻ്റെ കാരണം അതാണ്. ഐഫോണിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ് അവർ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത മാക് OS എന്ന് പറയും. ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആവുന്നതിൻ്റെ ഒരു കാരണം ഈ ഗ്ലോബലൈസേഷൻ തന്നെയാണ്. കാരണം വേൾഡ് ഈസ് എ സിംഗിൾ ഇക്കോണമി ഓർ എ സിംഗിൾ മാർക്കറ്റ്. അതിലേക്ക് ചുരുങ്ങി ലോകം. അത് ഇങ്ങനത്തെ 4 കാരണങ്ങൾ കൊണ്ടാണ്. അറിവ് ഇങ്ങനെ ഡെസിമിനേറ്റ് ചെയ്ത് പോവാണ് പലരിലേക്കായിട്ട്. എൻവിറോൺമെൻറ്റൽ ചാലഞ്ചസ് സച്ച് ആസ് ഗ്ലോബൽ വാർമിംഗ് ആൻഡ് ക്രോസ് ബൗണ്ടറി വാട്ടർ എയർ പൊല്യൂഷൻ ആർ ലിങ്ക്ഡ് വിത്ത് ഗ്ലോബലൈസേഷൻ. നല്ല വശങ്ങൾ പറയുമ്പോൾ ഇച്ചിരി മോശം കാര്യങ്ങളും കൂടി പറയണം. ഗ്ലോബൽ വാർമിംഗ് ഉൾപ്പെടെയുള്ള, ആഗോളതാപനം ഉൾപ്പെടെയുള്ള മലിനീകരണങ്ങളുടെ ഒക്കെ ഒരു ഘടകം ഈ പറഞ്ഞ ഗ്ലോബലൈസേഷൻ തന്നെയാണ്. കാരണം ചില കുത്തക കമ്പനികൾ ഇപ്പോൾ സോഫ്റ്റ് ഡ്രിങ്ക് നിർമ്മാതാക്കളായിട്ടുള്ള പെപ്സിക്കോ ഇന്ത്യയിലേക്ക് വരുന്നു. ഇന്ത്യയിലെ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ, നമ്മളുടെ പാലക്കാട്, പ്ലാച്ചിമട ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, നമ്മളുടെ വെള്ളമാണ് അശുദ്ധമാക്കിക്കൊണ്ടിരിക്കുന്നത്, നശിപ്പിച്ച് കളയാണ്. വെള്ളം എടുക്കുന്നതും അവരുടെ രാസപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അവർ കളർ മാറ്റം വരുത്തുന്ന കൂൾ ഡ്രിങ്ക്സിൻ്റെ ബൈ പ്രോഡക്ട്സ് ആയിട്ടുള്ള അവശിഷ്ടങ്ങളൊക്കെ അവിടുത്തെ മണ്ണിലും അവിടുത്തെ വെള്ളത്തിലും അവിടുത്തെ വായുവിലേക്കും ലയിപ്പിച്ച് വിടുകയാണ്. അവിടെയുള്ള ആൾക്കാർക്ക് ജീവിത സാഹചര്യങ്ങൾ ദുസ്സഹമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് മറക്കാതെ പറ്റില്ല. നേട്ടങ്ങൾ ഗ്ലോബലൈസേഷൻ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഡീമെറിറ്റ്സും കൊണ്ടുവരുന്നുണ്ട്. Globalization can be divided into 3 major areas: economic globalization, cultural globalization and political globalization. Globalization 3 രീതിയിൽ തരംതിരിക്കാം. Global trade kicked off the age of discovery, but this period is not regarded as an era of true globalization. The European empires set up global supply chains, but mostly with those colonies they own. ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് പുതിയൊരു ഫിനോമിന ഒന്നല്ല, വളരെ കാലങ്ങളായിട്ട് ഇവിടെ നിലനിന്നിരുന്നൊരു സമ്പ്രദായമാണ്. കാരണം പല യൂറോപ്യൻ കൺട്രീസും ഇന്ത്യ പോലെയുള്ള ഏഷ്യൻ രാജ്യങ്ങളുമായിട്ട് ട്രേഡ് നടത്തിയിരുന്നു. അവരുടെ പ്രോഡക്റ്റ് ഇവിടെ എത്തിക്കുന്നു, ഇവരുന്ന് പ്രോഡക്റ്റുകൾ അവിടേക്ക് കൊണ്ടുപോകുന്നു.
അത് നടന്നിരുന്ന കാര്യമാണ്. പക്ഷേ അന്ന് അതിനൊരു ഗ്ലോബലൈസേഷൻ എന്നൊരു പേരൊന്നും കൊടുക്കാൻ പറ്റിയിരുന്നില്ല. കാരണം ഇവർ ട്രേഡ് നടത്തുന്നത് ഇവരുടെ അധീനതയിലുള്ള കോളനികളായിട്ട് മാത്രമാണ്. അല്ലാതെ എല്ലാ രാജ്യങ്ങൾക്കും ഈക്വൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഇല്ല. ഇംഗ്ലണ്ട് ഇന്ത്യയുമായിട്ട് നടത്തുമ്പോൾ ഫ്രാൻസിന് ഇന്ത്യയുമായിട്ട് നടത്താൻ ഇവർ സമ്മതിക്കില്ല കച്ചവടം. ഗ്ലോബലൈസേഷൻ പക്ഷെ അങ്ങനെയല്ല, ആരും എതിർക്കില്ല, എല്ലാവർക്കും സ്വസ്വാഗതം. വാതിലുകൾ എപ്പോഴും ഓപ്പണാണ്, ഒരിക്കലും അടച്ചിടില്ല. അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. Moreover, their colonial model was chiefly one of exploitation, including the slave trade. The empires thus created both a mercantilist and colonial economy, but not a truly globalized one. By the end of the 18th century, Great Britain had started to dominate the world, both geographically and technologically. It was the era of Industrial Revolution. The British Industrial Revolution made for a fantastic twin engine for global trade. അപ്പം അന്ന് തുടക്കത്തിൽ അതൊരു ഗ്ലോബലൈസേഷൻ എന്നൊരു വാക്കിന് ഉപയോഗിക്കാൻ പറ്റുമായിരുന്നില്ല. പക്ഷേ പിന്നീട് ടെക്നോളജിയിൽ വന്ന മാറ്റം, ഒപ്പം തന്നെ ഇംഗ്ലണ്ട് ആ ടെക്നോളജിയെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് രാജ്യത്തിന് നേട്ടമുണ്ടാക്കാവുന്ന രീതിയിലേക്ക് അവർ മാറ്റിയെടുത്തപ്പോൾ അത് ഗ്ലോബലൈസേഷൻ എന്നൊരു ടേമിലേക്ക് വഴിമാറാനായിട്ട് തുടങ്ങി. ഒപ്പം ഇംഗ്ലണ്ടിന് ഒരു ഡോമിനേഷൻ, ഒരു അപ്പർ ഹാൻഡ് കിട്ടാനായിട്ട് അത് കാരണമായി. It was the era of Industrial Revolution. The British Industrial Revolution made for a fantastic twin engine of global trade. On the other hand, steamship and trains could transport goods over thousands of miles both within the countries and across the countries. On the other hand, its industrialization allowed Britain to make products that were in demand all over the world, like iron, textiles and manufactured goods. അപ്പോൾ ഇവിടെ വലിയൊരു മാറ്റം വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്തിന് മുഴുവൻ ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാനുള്ള ഒരു ബാധ്യത, അല്ലെങ്കിൽ ലോകത്തിന് ഇന്നതൊക്കെയാണ് ആവശ്യമെന്ന് തിരിച്ചറിഞ്ഞ് അത് നടപ്പിലാക്കി കൊടുക്കാനായിട്ട് ബ്രിട്ടൻ മാക്സിമം ശ്രമിക്കാനായിട്ട് തുടങ്ങി. The first wave of globalization came to an end during the interwar period. The destruction and death in the First World War and the Great Depression of 1930s forced most countries to close their borders. But the end of the Second World War marked a new beginning for the global economy. Under the leadership of the United States of America, global trade to rise once again. At first, this happened in two separate tracks as the Iron Curtain divided the world into two spheres of influence, the capitalist bloc and the socialistic bloc. അപ്പോൾ ഇംഗ്ലണ്ട് ഇതിന് തുടക്കം കുറിച്ചെങ്കിലും ഫസ്റ്റ് വേൾഡ് വാറോട് കൂടി ഇംഗ്ലണ്ടിൻ്റെ ഒരു ഗ്ലോബലൈസേഷൻ ഐഡിയ ഒക്കെ ഏകദേശം താറുമാറായി. കാരണം ലോകം വീണ്ടും വീണ്ടും ചെറിയ രാജ്യങ്ങളിലേക്ക് ഒതുങ്ങാനും അവരവരുടെ ബോർഡറുകൾ അടയ്ക്കാനും ആരെയും വിദേശത്തു നിന്ന് ഇങ്ങോട്ട് സ്വീകരിക്കാൻ തയ്യാറാകാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോയി. പിന്നീട് അമേരിക്ക ആ ലീഡർഷിപ്പ് ഏറ്റെടുക്കുകയും അവർ ഡെവലപ്പ് ചെയ്ത ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവർ അതിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തു. നമ്മളിതിനെ എതിർക്കേണ്ട കാര്യമില്ല, ഇത് ലോകം മുഴുവൻ ആക്സെപ്റ്റ് ചെയ്യപ്പെടേണ്ടതാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് ആളുകളെ കൊണ്ടുവരികയും അത് ലോകത്തിന് മുഴുവൻ പകർന്നു കൊടുക്കുകയും ചെയ്തപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ വീണ്ടും ലോകം തയ്യാറായി എന്ന് മാത്രമല്ല, ഒപ്പം ലോകം രണ്ടായിട്ട് ഡിവൈഡ് ആവാനായിട്ട് അത് കാരണമായി. ഒന്ന് ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്ക് അമേരിക്കയുടെ നേതൃത്വത്തിലും, രണ്ട് സോഷ്യലിസ്റ്റ് ബ്ലോക്ക് സോവിയറ്റ് യൂണിയൻ്റെ നേതൃത്വത്തിലും ഉണ്ടാവാനായിട്ട് ഇത് കാരണമായി തീർന്നു. ബട്ട് ആസ് ഓഫ് 1989, when the Iron Curtain fell, globalization became a truly global phenomenon. When the wall dividing East and West in Germany fell in Germany and the Soviet Union collapsed, globalization became an all-conquering force. രണ്ട് ഫോഴ്സായിട്ട് നിന്നിരുന്ന ഗ്ലോബലൈസേഷൻ ഒരു സിംഗിൾ യൂണിറ്റായിട്ട് മാറാൻ 2-3 കാരണങ്ങളുണ്ടായി. ഒന്ന്, ബെർലിൻ മതിൽ തകർന്നു വീഴുകയും, രണ്ട്, സോവിയറ്റ് യൂണിയൻ എന്ന ശക്തി ഇല്ലാതാവുകയും ചെയ്തു. രണ്ട് ശക്തികൾ തുല്യരാണെങ്കിൽ അതിലൊരു ശക്തി ഇല്ലാതായാൽ ഓപ്പോസിറ്റ് ശക്തി എന്തായാലും ഉയർന്നു വരും, അതിൽ യാതൊരു തർക്കവുമില്ല. ആ രീതിയിലേക്ക് സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ അമേരിക്ക ഉയർന്നു വരാനായിട്ട് അതൊരു കാരണമായി തീർന്നു.
The newly created World Trade Organization WTO, അതാണ് വേൾഡ് ട്രേഡ് സെൻറ്ററൊക്കെ ഉണ്ടായിരുന്നത്, തകർന്നു പോയി. ഇപ്പോൾ അവിടെ വേൾഡ് ട്രേഡ് സെൻറ്റർ ഇല്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും 110 നിലയുള്ള വേൾഡ് ട്രേഡ് സെൻറ്ററൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് തകർന്നു പോയി. വാട്ട് എവർ ഇറ്റ് ഈസ്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിലുണ്ട്, UN-ൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. എൻകറേജ്ഡ് നേഷൻസ് all over the world to enter into a free trade agreement, and most of them did, including many newly independent ones. In 2001, even China, which for the better part of the 20th century had been a secluded agrarian economy, became a member of the WTO and started manufacture for the world. അപ്പോൾ ചൈനയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ചൈന മറ്റ് രാജ്യങ്ങളുമായിട്ട് സഹകരിക്കാനോ ചൈനയിലേക്ക് മറ്റ് രാജ്യങ്ങൾക്ക് കടന്നു വരാനോ ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കലി ഈസി. അവരെല്ലാ ബോർഡേഴ്സും അടച്ച് അവരിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങി ജീവിക്കുന്ന ആൾക്കാരാണ്. ആ ചൈന പോലും 2001 വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ഭാഗമാവുകയും ലോകത്തിന് മൊത്തം ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താണോ അത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പാദനത്തിലേക്ക് കടക്കുകയും ചെയ്തു. ദാറ്റ് മീൻസ് അവർക്കും മനസ്സിലായി ഒറ്റയ്ക്ക് നിന്നാൽ മുന്നോട്ട് പോവുക പ്രയാസകരമാണെന്ന് തിരിച്ചറിഞ്ഞ് ചൈന ഇതിൻ്റെ ഒരു ഭാഗമായി. ഡെവലപ്മെൻറ്റ് ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി, ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ദ എമർജൻസ് ഓഫ് മൾട്ടിനാഷണൽ ആൻഡ് ട്രാൻസ്നാഷണൽ കമ്പനീസ്, ഇൻക്രീസിംഗ് accessibility of internet, spread of smartphone, rise of social media, rise of new electronic payment system, and the rise in the significance of global brand like Microsoft, Google and Apple had been central to the emergence of globalization. അപ്പോൾ ഇത് ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, ഗ്ലോബലൈസേഷനെ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ലോകോത്തര ഉൽപ്പന്നങ്ങളായിട്ടുള്ള ആപ്പിള്, മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ പോലെയുള്ള കമ്പനികളൊക്കെ ഒരു രാജ്യത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ മൾട്ടിനാഷണൽ, അതാണ് MNC എന്ന് പറയുന്നത്, അത്തരം കമ്പനികൾ ഒരുപാട് ഉണ്ടാവാനായിട്ട് തുടങ്ങി. അപ്പോൾ ഒരു കമ്പനി ഏത് രാജ്യത്തെയാണ്, അത് ഇന്ന രാജ്യത്തെ മാത്രമാണെന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യം. കാരണം അവർക്ക് മറ്റു രാജ്യങ്ങളിലും അവരുടേതായിട്ടുള്ള ഒരു പ്രവർത്തന മേഖല നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് അവർക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് കാരണമായി തീർന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകതയായിട്ട് കണക്കാക്കപ്പെടുന്നത്. ബ്രിട്ടൻസ് എക്സ്പീരിയൻസ് of globalization process is a unique one, not replicated by any other nation. Empire is a mode through which Britain had been an importer and exporter of globalization in the past. The modern globalization process started in 1990s. In 1980s, many economic reforms were introduced by Margaret Thatcher. She was the Prime Minister of Britain from 1979 to 1990. Immediately after she took office, the process of privatization and liberalization was started. As a representative of Conservative Party, Thatcher advocated privatization of state-owned enterprises, reduction in expenditure on social services such as healthcare, education, and housing, the legal restriction on trade union. The result of her initial reform was a dramatic increase in unemployment, doubled inflation, and sharp fall in manufacturing output. Thatcher embarked on an ambitious program of privatization of state-owned industries and public services including aerospace, television and radio, gas and electricity, water and state airline and British steel. അപ്പോൾ ഒരുപാട് മേഖലകളിൽ താച്ചർ കൊണ്ടുവന്ന മാറ്റം, ഇത് നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിലും കണ്ടതാണ്. താച്ചർ കൊണ്ടുവന്ന മാറ്റങ്ങൾ ഏതൊക്കെയാണെന്ന്. ആദ്യം പ്രൈവറ്റൈസേഷനും ലിബറലൈസേഷനും കൊണ്ടുവന്നു. അതുകൊണ്ട് കാര്യങ്ങളെ പിടിച്ചു നിർത്താൻ, അണ്ടർ കൺട്രോളിൽ വരുത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകൾ, ഇലക്ട്രിസിറ്റി, ഗ്യാസ്, അതുപോലെ തന്നെ ടെലിവിഷൻ, റേഡിയോ, എയറോസ്പേസ് തുടങ്ങിയിട്ടുള്ള എല്ലാ മേഖലകളിലും പ്രൈവറ്റിൻ്റെ എൻ്റർപ്രൈസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ അവർക്ക് കൂടി പ്രാധാന്യം കിട്ടുന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാനായിട്ട് മാർഗരറ്റ് താച്ചർ തയ്യാറായി എന്നുള്ളതാണ് മറ്റൊരു അഡ്വാൻറ്റേജ്. ദി ഇമ്പാക്റ്റ് ഓഫ് ഗ്ലോബലൈസേഷൻ വിത്തിൻ എ പർട്ടിക്കുലർ കൺട്രി
will be shaped by the system of political and economic governance in operation. An Anglo-Saxon model based on low level of employment, regulation and worker support was dominant in Britain. The country embraced globalization as a part of a market-based approach to economic policy. Since the mid to late 1990s, a strategy of competitiveness has become dominant, portraying globalization as an external challenge for the UK economy, which requires a range of reforms to promote growth, innovation and skills. അപ്പോൾ ഇവിടെ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ഘട്ടത്തിലാണ്. കാരണം രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങൾ മാത്രം കൊണ്ട് രാജ്യത്തിൻ്റെ നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടായി. അപ്പോൾ അവർ ഗ്ലോബലൈസേഷന് വേണ്ടി ശ്രമിക്കുന്നു. 1990s മധ്യത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പകുതിയോട് കൂടിയിട്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു ഇക്കണോമിക് പോളിസിയുടെ ഭാഗമാക്കി ഗ്ലോബലൈസേഷനെ മാറ്റാനുള്ള ശ്രമമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഒപ്പം തന്നെ ഇതിന് വേണ്ട ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം ഗ്രോത്തിന് വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യുകയും പുതിയ പുതിയ ഇന്നൊവേഷൻസും സ്കിൽസും കണ്ടെത്താനായിട്ട് അവരവരുടെ ജനങ്ങളെ മാക്സിമം ഉത്ബോധിപ്പിക്കുകയും ചെയ്തു. വൺ പർട്ടിക്കുലർലി ഇമ്പോർട്ടൻറ്റ് ഏരിയ in which globalization has affected people's daily lives is through access to the labor market and employment. Labor has become increasingly globalized through the emergence of global labor surplus based on the development of a new labor supplies in developing countries, particularly China and India. As a result, workers' share of national income has declined across much of the globe, reflecting a series of weakening of labor's bargaining power. Increases in labor supply have also contributed to the rise in unemployment among the youth. അപ്പോൾ ഇവിടെ വന്ന വലിയൊരു മാറ്റമാണ് ഹ്യൂമൻ റിസോഴ്സസ് കൂടുതലുള്ള ഇന്ത്യയും ചൈനയും പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് തൊഴിലാളികളെ കിട്ടാനുള്ള സാധ്യതയുണ്ടായി. സ്കിൽഡ് ആയിരിക്കാം, അൺസ്കിൽഡ് ആയിരിക്കാം, പക്ഷേ ലേബറേഴ്സിൻ്റെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് വളരെയധികം കൂടാൻ തുടങ്ങി. പക്ഷേ ആ ലേബറേഴ്സിനെ മുഴുവൻ ഇൻക്ലൂഡ് ചെയ്യത്തക്ക രീതിയിലേക്കോ അല്ലെങ്കിൽ അവർക്ക് മുഴുവൻ തൊഴിൽ പ്രാധാന്യം ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്കോ ലോകത്തെ എല്ലായിടത്തും മാർക്കറ്റുകൾ ഉയർന്നിട്ടില്ല. നമുക്കറിയാം ഡിമാൻഡ് കൂടുതൽ ഉള്ളൊരു സാധനത്തിനാണ് സപ്ലൈ ഇല്ലാത്തതെങ്കിൽ അത് പ്രശ്നമാണ്. നേരെ മറിച്ച് സപ്ലൈ ഇഷ്ടം പോലെയുണ്ട്, ഡിമാൻഡ് ഒട്ടുമില്ല. ലേബറേഴ്സിന് ഒരുപാട് കിട്ടാറുണ്ട്, പക്ഷേ ജോലി കൊടുക്കാൻ ആരും ഇല്ല. അപ്പോൾ ഡിമാൻഡ് ഉണ്ടെങ്കിലും അത് സപ്ലൈ ചെയ്യാനായിട്ട് പറ്റാത്ത ഒരു അവസ്ഥ. അതിനെ മറികടക്കാനായിട്ട് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾ ശ്രമിക്കാൻ തുടങ്ങിയപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് കൂടാനായിട്ട് തുടങ്ങി. കാരണം ഇപ്പോൾ ഒരു 20 വയസ്സായ ഒരു പയ്യൻ, ആ പയ്യൻ ഇന്ത്യയിലുള്ള ആളാണ്, അവൻ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാണ്. അവനിങ്ങനെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് അധ്വാനിക്കുന്ന അത്ര വേഗത്തിലും കാര്യക്ഷമമായിട്ടും ഒരു 45 വയസ്സുകാരന് ചിലപ്പോൾ പണിയെടുക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ വരുമ്പോൾ 45കാരനെ തഴഞ്ഞ് ചെറുപ്പക്കാരനെ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് മിക്ക കമ്പനികളും നിർബന്ധിതരാകും. ഇങ്ങനെ കമ്മിറ്റഡ് ആയിട്ടുള്ള കുറേ തൊഴിലാളികൾ വരുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് ഒരുപാട് പേരുടെ തൊഴിൽ സാധ്യതകൾ നഷ്ടപ്പെടാനായിട്ടത് കാരണമാകും. Although wages have risen since 2000, income inequality in the UK is at its highest level. Many educated youth experienced globalization of labor through process of subcontracting and labor migration. They felt threatened and disempowered by the effect of this process on their working condition, job security and pay. പലരുടെയും ജോലി നഷ്ടപ്പെട്ടപ്പോൾ അവർക്ക് കിട്ടിയിരുന്ന ഈക്വാലിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർക്ക് കിട്ടിയിരുന്ന ഒരു എംപവർമെൻറ്റ് നഷ്ടപ്പെടാനായിട്ട് കാരണമായി. കാരണം ലേബേഴ്സിനെ പല രാജ്യത്തുനിന്നും ഇറക്കുമതി ചെയ്യാൻ പറ്റുകയാണ്. ഞാൻ 1000 രൂപ ശമ്പളം മേടിക്കുന്നുണ്ടെങ്കിൽ 500 രൂപയ്ക്ക് പണിയെടുക്കാൻ തയ്യാറായി 5 പേര് നിലനിൽക്കുമ്പോൾ 1000 രൂപ തന്ന കമ്പനി തന്നെ നോക്കില്ല. ആ 5ൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യും, 500 രൂപ പേയ്മെൻറ്റ് ചെയ്താൽ മതി.
അപ്പോഴാണ് അടുത്ത ആൾ വരുന്നത്, എനിക്ക് 300 രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ 300-കാരനെ എടുക്കും, 500-കാരനെ തഴയും. അങ്ങനെ ഒരുപാട് പേരുടെ തൊഴിൽ നഷ്ടപ്പെടാനായിട്ട് ഇങ്ങനെ ലേബേഴ്സിൻ്റെ സപ്ലൈ കൂടുതലാണ്, പക്ഷെ ആവശ്യക്കാരില്ല, ഡിമാൻഡില്ല അതിനൊന്നും. അപ്പോൾ അത് വലിയൊരു ഇനീക്വാലിറ്റി, അല്ലെങ്കിൽ കിട്ടിയിരുന്ന ഫണ്ട് പോലും പലർക്കും കിട്ടാത്ത അവസ്ഥയിലേക്ക് ചുരുങ്ങാനായിട്ട് തുടങ്ങി. ഗ്ലോബലൈസേഷൻ വാസ് ഫോളോഡ് ബൈ എ പീരീഡ് ഓഫ് de-industrialization in the UK. By utilizing the newly arisen opportunities, some industries were relocated to the other part of the world that had supplies of low wage labor. പല കമ്പനികളും പല രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം ഇംഗ്ലണ്ടിൽ കൊടുക്കേണ്ട പൈസയല്ല ഇന്ത്യയിൽ കൊടുക്കേണ്ടത്, ഇന്ത്യയിൽ കൊടുക്കേണ്ടേക്കാൾ കുറവ് പൈസ ആഫ്രിക്കയിൽ കൊടുത്താൽ മതി. അപ്പോൾ ആ രാജ്യങ്ങളിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് പോകാനായിട്ട് തുടങ്ങി. ഗ്ലോബൽ എക്സ്ചേഞ്ച് റേറ്റ് affected the economic health of UK. It had impact on the export level of UK goods and services as well as competitiveness eternally with persecution of UK employment. These have also had an impact on migration to the UK and the relative attractiveness of UK wage level. The global financial crisis, which began in 2007, had affected job security in Britain with significant increase in unemployment rates. It also led to big economic and industrial slowdown and several cases of failures of banks, insurance companies and other such institutions. Britain and other developed countries adopted the policy of new protectionism in the name of fighting economic recession. 1990-കളുടെ കഴിഞ്ഞതോടുകൂടി ഇത്തരത്തിലൊരു മൈഗ്രേഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലാവാൻ തുടങ്ങി. അപ്പോൾ ഈ UK-ൽ അത് വളരെ സാരമായിട്ട് ബാധിച്ചു. കാരണം UK-യേക്കാൾ കുറഞ്ഞ വേജിൽ പണിയെടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരുപാട് പേരെ മറ്റ് രാജ്യങ്ങൾ സപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ അത് ഇവരുടെ ജോലി നഷ്ടപ്പെടാനും ഇവരുടെ വരുമാനം നിലയ്ക്കാനായിട്ട് കാരണമായി. ഒപ്പം തന്നെ ഇംഗ്ലണ്ടിലെ പ്രധാനപ്പെട്ട ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങളൊക്കെ വലിയ രീതിയിലുള്ള തകർച്ച നേരിടാനും തുടങ്ങി. അവരുടെ തകർച്ച മൊത്തം ഇക്കോണമിയെ ബാധിക്കാനും അത് വലിയൊരു സാമ്പത്തിക ഞെരുക്കത്തിലേക്ക്, റിസഷനിലേക്ക് വഴിവെക്കുകയും ചെയ്തു. Political impact of globalization is also visible in Britain. When Britain comes to transnational politics, Britain had been an important but reluctant participant in the European Union. But more enthusiastic about global politics, the European Union is an example of transnational form of politics, but one which is at a regional rather than a global level. This policy of Britain was the outcome of many factors. Geographically, the UK is a set of islands. This has made mobility into the rest of Europe more of a task than in other continental countries, reinforcing a sense of separateness. ഇവിടെ യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ടുള്ളൊരു ട്രാൻസ്നാഷണൽ പൊളിറ്റിക്സ് ആണ് ബ്രിട്ടനിൽ നിലനിൽക്കുന്നത്. ട്രാൻസ്നാഷണൽ എന്ന് പറഞ്ഞാൽ, നാഷണൽ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ആ രാജ്യത്ത് നിലനിൽക്കുന്നത്. ട്രാൻസ്നാഷണൽ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ രാജ്യങ്ങളുടെ പൊളിറ്റിക്കൽ അവയർനെസ് ഉള്ള രാജ്യം. എങ്ങനെയാണ് ബ്രിട്ടന് മാത്രം ഒന്നിൽ കൂടുതൽ രാജ്യങ്ങളുടെ ഇത് വരുന്നത്? അതാണ് ഇവിടെ പറയുന്നത്. ബ്രിട്ടൻ എന്ന് പറയുന്നത് ഒരു ദ്വീപ് സമൂഹമാണ്, എ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ്. അപ്പോൾ ഈ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സിൽ നിൽക്കുന്ന രാജ്യത്തിന് ആ ഓരോ ദ്വീപിൻ്റേതുമായിട്ടുള്ള പ്രത്യേകതകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ കൗണ്ടിയിലും അല്ലെങ്കിൽ ഓരോ വിഭാഗത്തിനും വ്യത്യസ്തമായിട്ടുള്ള പൊളിറ്റിക്കൽ ആസ്പെക്റ്റ് ഉണ്ടായിരിക്കും. അതിനൊക്കെ ബ്രിട്ടൻ ആക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉടലെടുത്തിരിക്കുകയാണ്. ദെൻ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ബ്രിട്ടനെ അകറ്റി നിർത്തുന്നത് ഈ ഇംഗ്ലീഷ് ചാനലാണ്. കാരണം ഇംഗ്ലീഷ് ചാനൽ മുറിച്ച് കടന്നാലാണ് ഫ്രാൻസ്, ബെൽജിയം, പോർച്ചുഗൽ ഈ രാജ്യങ്ങളിലേക്കൊക്കെ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇംഗ്ലണ്ട് എപ്പോഴും അതിൽ നിന്നൊക്കെ മാറി, ഇംഗ്ലണ്ട് അല്ല UK അതിൽ നിന്ന് മാറിയിട്ടാണ് നിൽക്കുന്നത്. നോർത്ത് അയർലൻഡ്, റിപ്പബ്ലിക് ഓഫ് അയർലൻഡ്, അതുപോലെ തന്നെ വെയിൽസ്, ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളൊക്കെ കൂടിയതാണ് സ്കോട്ട്ലൻഡ്. അപ്പോൾ അവരൊരു UK സെപ്പറേറ്റ് ആയിട്ട് യൂറോപ്പിൽ നിന്ന് വിട്ടു നിൽക്കുന്നൊരു
ഫീലിംഗ് എപ്പോഴും ഉണ്ടായിരുന്നു. ബ്രിട്ടൻ ഓൾസോ എക്സ്പീരിയൻസ്ഡ് relative political stability in the 20th century. It was not invaded, did not experience military dictatorship, revolution or coup, and neither fascism nor communism in government. ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും നേരിട്ടിട്ടില്ല. ആരും അവരെ പിടിച്ചെടുത്തിട്ടില്ല. ഒരിക്കലും അവരൊരു രാജ്യത്തിൻ്റെ കീഴിൽ കോളനിയായിട്ട് നിന്നിട്ടില്ല. അവരവിടെ നാസിസോ ഫാസിസോ പടർന്നു പിടിച്ചിട്ടില്ല. മിലിറ്ററിയുടെ സൈനിക മേധാവിത്വം അവരുടെ രാജ്യത്ത് ഒരിക്കലും സംഭവിച്ചിട്ടില്ല. എപ്പോഴും ഒരു നേതാവ് ഉണ്ടായിരുന്നു, രാജാവ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി. അതിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു അഡ്മിനിസ്ട്രേഷനാണ് എപ്പോഴും ഇംഗ്ലണ്ടിൽ നടന്നിട്ടുള്ളത്. ഫോർ അതർ നേഷൻ യൂറോപ്യൻ ഇൻ്റഗ്രേഷൻ ഹാസ് ബീൻ seen as something that can help protect them from repeat of such traumas. Britain's imperial past and links with America also persuaded her to be more involved in global politics. അപ്പോൾ ഈ ഇത്തരത്തിൽ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കാൻ കഴിഞ്ഞതും ഒപ്പം ഇത്തരത്തിലൊരു ദുരനുഭവം നേരിടേണ്ടി വന്നിട്ടില്ലാത്തതുകൊണ്ടും ഒരിക്കലും ഇംഗ്ലണ്ടുമായിട്ടുള്ള ബന്ധം എല്ലാ രാജ്യങ്ങൾക്കും ഒരുപോലെ ഇമ്പോർട്ടൻസ് ആയിട്ട് മാറി. ഇംഗ്ലണ്ടിനാണെങ്കിൽ അമേരിക്കയായിട്ടുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധം കാരണം അവരും ഗ്ലോബൽ പൊളിറ്റിക്സിൽ വലിയൊരു പങ്കുവഹിക്കുന്ന രാജ്യമായിട്ട് മാറാനായിട്ട് അത് കാരണമായി. കാരണം അമേരിക്കയാണല്ലോ ലോകത്തിൻ്റെ മൊത്തം കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്ന് അവർ തന്നെ പറയുന്നു. ആസ് വിത്ത് ദി ഇക്കോണമി ആൻഡ് പൊളിറ്റിക്സ്, ബ്രിട്ടൻ ഈസ് വെരി ഓപ്പൺ ടു ദി ഗ്ലോബലൈസേഷൻ ഓഫ് കൾച്ചർ. ദ ഇമിഗ്രേഷൻ of the people from Commonwealth countries during the globalization period contributed for multicultural dimension of Britain. Besides post-colonial inputs, Britain is also open to Americanization of its culture. അപ്പോൾ ഇവർ എല്ലാ കൾച്ചറിനെയും ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബ്രിട്ടൻ എപ്പോഴും തയ്യാറായിരുന്നു. ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് ആളുകൾ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതിനെ ബ്രിട്ടൻ സ്വാഗതം ചെയ്തു. അവരവരുടെ രാജ്യത്തേക്ക് എല്ലാവരും റിസീവ് ചെയ്തു. അവരുടെ കൾച്ചറുമായിട്ട് മിങ്കിൾ ചെയ്തു. ഒരു പുതിയ കൾച്ചർ, ഇപ്പോൾ ആംഗ്ലോ ഇന്ത്യൻസ് എന്ന് പറയുന്നൊരു വിഭാഗം ഇന്ത്യയിലുണ്ട്. ഇംഗ്ലണ്ടുകാരും ഇന്ത്യക്കാരും കൂടിച്ചേർന്നുണ്ടാകുന്ന മാതാപിതാക്കളിൽ നിന്നുള്ള കുട്ടികളെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാരിറ്റൽ അലയൻസിനെയാണ് ആംഗ്ലോ ഇന്ത്യൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ആംഗ്ലോ ഇന്ത്യൻസ് ഒരുപാട് ഉണ്ടാവുകയും അത്തരത്തിലൊരു കൾച്ചർ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇത് കാരണമാവുകയും ചെയ്തു. ഗ്ലോബലൈസേഷൻ എഫക്ട്സ് മെനി ആസ്പെക്ട് ഓഫ് എവറിഡേ ലൈഫ് for people in the UK. It opens up opportunity for rapid contact between people around the world and increases the choices for some in work and in life as a whole. However, the increasing connection between people and global processes have not always been a positive experience for everyone. Globalization has significantly different consequences for communities and households in the UK. അപ്പോൾ ഇത്തരത്തിലുള്ള ഗ്ലോബൽ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ കൊണ്ടുവന്ന മാറ്റങ്ങൾ ഇവർ ആക്സെപ്റ്റ് ചെയ്യാനും ആ ആക്സെപ്റ്റ് ചെയ്ത മാറ്റങ്ങളെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും ഇവർ തയ്യാറായതുകൊണ്ട്, ഇംഗ്ലണ്ട് തയ്യാറായതുകൊണ്ട് ഇംഗ്ലണ്ടിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇനി ന്യൂ വേൾഡ് ഓർഡർ എന്ന് പറയുന്ന ഒരു പുതിയ സിസ്റ്റമാണ്. The changes in the global power structure that emerged immediately after the Second World War caused for many new changes in the last decade of the 20th century. In particular, after 1987, rapid change began characterizing the relations among nations. The Cold War came to an end. The Warsaw Pact died a natural death. The collapse of the USSR became a reality. In place of the USSR, Russia emerged as the successor state. There emerged a Commonwealth of Independent States, CIS, either an association of 9 independent republics of East while USSR. Russia had nuclear weapons and yet it came to be a weak power. The USA became sole surviving superpower. Berlin Wall collapsed and Germany became a unified single state. The emergence of international terrorism as a big means and the new
and strong commitment of the international community to wipe it out came to be a new reality of international relations. The World Trade Organization (WTO) was inaugurated and globalization came to be get initiated. അപ്പോൾ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് പല രാജ്യങ്ങളും ഉയർന്നു വരികയും പല രാജ്യങ്ങൾ തകർന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് USSR. 1991 USSR തകരുകയും അമേരിക്ക വലിയ ശക്തിയായിട്ട് ഉയർന്നു വരികയും കോൾഡ് വാർ അവസാനിക്കുകയും ചെയ്തു. അതിനുശേഷം ബെർലിൻ മതിൽ തകർന്ന് രണ്ട് ജർമ്മനി, നോർത്ത് ജർമ്മനി, വെസ്റ്റ് ജർമ്മനി എന്നുള്ളൊരു ഡിവിഷൻ ഉണ്ടായിരുന്നത് ഇല്ലാതാക്കിക്കൊണ്ട് ഒറ്റ സിംഗിൾ ജർമ്മനി ആയിട്ട് അവർ മാറുകയും അത് ലോകത്തിന് മുൻപിൽ പുതിയ ഒരു ആശയത്തിന് അല്ലെങ്കിൽ ഒരു പുതിയ സ്റ്റേറ്റ് എന്നുള്ള കോൺസെപ്റ്റിന് രൂപം കൊടുക്കുകയും അവരും ഗ്ലോബൽ ട്രേഡ് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാൻ തയ്യാറാവുകയും ചെയ്തപ്പോൾ ആ ഒരു ഇൻ്റർനാഷണൽ റിലേഷൻ, അവർ ജർമ്മനി ഒന്നായ പിന്നെ വീണ്ടും ആക്രമണത്തിന് മുതിരുകയല്ല ചെയ്തത്, അവരൊരു ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെയും മാർക്കറ്റിൻ്റെയും ഒക്കെ ഭാഗമായി ഇഴുകിച്ചേർന്ന് ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതുകൊണ്ടാണ് ഒരു ന്യൂ വേൾഡ് ഓർഡർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റിയത്. International economic relations came to be a more dominant feature of international relation, regional cooperation for development, economic integration on the model of European Union, ASEAN and APEC came to be the order of the day, securing sustainable development, protection of environment, nuclear non-proliferation, elimination of terrorism and protection of human rights to all came to be the global objectives. ലോകത്തിൻ്റെ മൊത്തം ഒബ്ജക്റ്റീവ്സ് ആണ്. ഒബ്ജക്റ്റീവ് മീൻസ് നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളാണ്. സെക്വയറിങ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, എല്ലാവർക്കും നിലനിൽക്കുന്ന ഒരു വികസനം നേടിയെടുക്കാനായിട്ട് സാധിക്കുക. പ്രൊട്ടക്ഷൻ ഓഫ് എൻവിറോൺമെൻറ്റ്, പ്രകൃതിയുടെ സംരക്ഷണം ഏറ്റെടുക്കുക. ന്യൂക്ലിയർ നോൺ പ്രോലിഫറേഷൻ, ആറ്റോമിക് എനർജിയെ, ആണവ ആയുധങ്ങളുടെ ഉപയോഗത്തെ മാക്സിമം നിരുത്സാഹപ്പെടുത്തുക. എലിമിനേഷൻ ഓഫ് ടെററിസം, ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യുക. ദെൻ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യന് കിട്ടേണ്ട അവകാശങ്ങൾക്ക്, അവൻ്റെ ആവശ്യങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള പിന്തുണ ലഭ്യമാക്കുക. ഇതൊക്കെയാണ് ലോകോത്തര തലത്തിൽ അംഗീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ന്യൂ വേൾഡ് ഓർഡറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ദിസ് വേൾഡ് ഗോട്ട് ചേഞ്ച് ആൻഡ് ഇറ്റ് ഈസ് സ്റ്റിൽ റാപ്പിഡ് ചേഞ്ചിങ്. ലോകം അങ്ങനെ മാറ്റത്തിന് വിധേയമാവുകയും ആ മാറ്റം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടത് ഗ്ലോബലൈസേഷൻ എന്നൊരു ടോപ്പിക്കും ന്യൂ വേൾഡ് ഓർഡർ എന്നുള്ളൊരു ടോപ്പിക്കുമാണ്. രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം തന്നെയാണ്. ഗ്ലോബലൈസേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എല്ലാത്തിനെയും ഒരു ഗ്ലോബൽ വില്ലേജ് അല്ലെങ്കിൽ ഗ്ലോബൽ വേൾഡിനെ, ഒരു ഗ്ലോബൽ സിസ്റ്റത്തിന് ഒരു സിംഗിൾ നേഷൻ എന്ന പോലെ, ഒരു സിംഗിൾ ഇക്കണോമി എന്ന പോലെ ഒരു ചെറിയ അളവിലേക്ക് ചുരുക്കി കൊണ്ടുവരികയോ അല്ലെങ്കിൽ ട്രേഡ് സംബന്ധമായിട്ടുള്ളോ ആശയ സംബന്ധമായിട്ടോ ടെക്നോളജി സംബന്ധമായിട്ടോ എല്ലാ രാജ്യങ്ങൾക്കും ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് ക്യാപിറ്റല്, പീപ്പിള്, ടെക്നോളജി, ഗുഡ്സ്, സർവീസ് മുതലായവയുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എക്സ്ചേഞ്ചിന് വഴിയൊരുക്കുന്നതിന് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നു. ഗ്ലോബലൈസേഷൻ ഒരു വിധത്തിൽ ഒരുപാട് പുതിയ ഉൽപ്പന്നങ്ങളെ പരിചയപ്പെടാൻ കാരണമാക്കിയെങ്കിൽ മറ്റൊരു വിധത്തിൽ അത് അൺഎംപ്ലോയ്മെൻറ്റ് കൂടുതലാക്കാനായിട്ട് കാരണമായി തീർന്ന ഒരു സംഭവ വികാസമായിട്ട് കൂടി ഗ്ലോബലൈസേഷനെ കണക്കാക്കുന്നു. ന്യൂ വേൾഡ് ഓർഡർ എന്ന് പറയുന്നത് എല്ലാവരും ഒന്നു ചേർന്ന് ഒരൊറ്റ സിംഗിൾ മാർക്കറ്റിൻ്റെ ഭാഗമായി ഒരു ഇൻ്റർനാഷണൽ ട്രേഡും ഇൻ്റർനാഷണൽ പോളിസികളെ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ ഇറാഡിക്കേഷൻ ഓർ എലിമിനേഷൻ ഓഫ് ടെററിസം, ന്യൂക്ലിയർ നോൺ പ്രോലിഫറേഷൻ, പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് മുതലായവ. അപ്പോൾ എല്ലാവരും ഈ ടോപ്പിക്കുകൾ നന്നായിട്ട് പഠിക്കുക. ഒപ്പം തന്നെ കൊറോണ വൈറസിനെതിരെ ജാഗ്രതയോടുകൂടി ഇരിക്കുക. താങ്ക് യു.